ഹലോ ഫ്രണ്ട്സ്, എക്ടിഎസ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെയ് 10 പരീക്ഷ നടന്ന ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻ എക്സാം എന്നായിരിക്കും, അതേപോലെ മെയിൻ എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിച്ച് ആദ്യ റാങ്ക് നേടേണ്ടത് എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കാറ്റഗറി നമ്പർ 724/2024 ഇത് ഓപ്പൺ റിക്രൂട്ട്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് വേറെ കാറ്റഗറി നമ്പർ ആണ്. ഇനി പരീക്ഷ നടന്നത്, പ്രിലിംസ് എക്സാം നടന്നത് മെയ് 10 അപ്പൊ അതിന്റെ കട്ട് ഓഫിനെയൊക്കെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം. ഓപ്പൺ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 43 തൊട്ട് 47 മാർക്ക് വരെയൊക്കെ ഉള്ളവർക്ക് പഠിച്ചു തുടങ്ങാം, മെയിൻസിന് പഠിച്ചു തുടങ്ങാം, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 18 to 20 മാർക്ക് ഉള്ളവർക്ക്, അതിന് മേളിലോട്ടുള്ളവർക്കൊക്കെ പഠിച്ചു തുടങ്ങാം. ഇനി മെയിൻ എക്സാം എന്നായിരിക്കും എന്ന് കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. മെയിൻ എക്സാം PSC തന്നെ തന്നിരിക്കുന്ന ഷെഡ്യൂള് ഓഗസ്റ്റ് ഒക്ടോബർ ആണ്. അപ്പൊ നമുക്ക് ഓഗസ്റ്റിൽ വരും എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓഗസ്റ്റിൽ വരാനുള്ള സാധ്യത കുറവാണ്, എന്നാലും നമ്മൾ ഓഗസ്റ്റിൽ തന്നെ വരും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്തായാലും ഓഗസ്റ്റ് വരുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഈ മാസം ഒരു 22 ശേഷം അറിയാം. എന്തായാലും ഓഗസ്റ്റ് പരീക്ഷ വരുമോ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് മെയിൻ എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസിൽ എന്തൊക്കെയാണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ മെയിൻ എക്സാമിന് 3 പേപ്പറുകളാണുള്ളത്. ഓരോ പേപ്പറിനും 3 മണിക്കൂർ സമയം ഉണ്ട്. അപ്പൊ 3 പേപ്പറാണ്. 3 പേപ്പറിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ PSC തന്നെ പറയുന്ന 3 പേപ്പറുകൾ തന്നിട്ടുണ്ട്. പ്രിലിംസിന്റെ സിലബസിലെ അതേ സിലബസ് തന്നെയാണ് മെയിൻസിന്റെ സിലബസ്, പക്ഷെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്ന് നോക്കിയാൽ, 1 ജനറൽ നോളജ്, പ്രിസിസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് 150 മാർക്കിനാണ്. അതിന് മിനിമം പാസ്സാകാൻ 60 മാർക്ക് വേണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 60 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് 40% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഫസ്റ്റ് പേപ്പർ പാസ്സാവത്തുള്ളൂ. ഇനി സെക്കൻഡ് പേപ്പർ എലിമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ്. എലിമെന്ററി ബുക്ക് കീപ്പിംഗിന് മാക്സിമം മാർക്ക് 150 ആണ്. അതിനും പാസ് മാർക്ക് എത്ര വേണം? 60 വേണം, അതായത് 40% മാർക്ക് വേണം. അതേപോലെ അരിത്തമെറ്റിക് മെൻസുറേഷൻ 200 മാർക്കിലാണ്. അതിന് മിനിമം പാസ് 100 മാർക്ക് വേണം, അതായത് 50% മാർക്ക് വേണം. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെപ്പറേറ്റ് മിനിമം വേണം ഓരോന്നിനും. അതായത് ഈ 3 പേപ്പറിനും ഈ പറയുന്ന മാർക്ക് മിനിമം വാങ്ങിയാലേ നമ്മൾ മെയിൻ ലിസ്റ്റിൽ, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരത്തുള്ളൂ. നമ്മളെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മിനിമം മാർക്ക്, പാസ് മിനിമം വേണം. അത് 3 എണ്ണത്തിനും സെപ്പറേറ്റ് വേണം. ഓരോ എക്സാമിന്റെയും സമയം, ഓരോ എക്സാമിന് അനുവദിക്കുന്ന സമയം, ഓരോ പേപ്പറിനും അനുവദിക്കുന്ന സമയം 3 മണിക്കൂറാണ്. 3 പേപ്പറായിട്ട് ആയിരിക്കും പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ സിലബസ് നമ്മൾ പ്രിലിംസിന് പഠിച്ച അതേ സിലബസ് തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിന്റെ വീഡിയോകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാകും. സിലബസ് നമ്മളിപ്പോ പ്രിലിംസ് പഠിച്ച അതേ സിലബസ് തന്നെയാണ്, പക്ഷെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പൊ ഇതിന് ആദ്യ റാങ്ക് നേടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മള് ഈ സിലബസ് ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുക. സിലബസ് ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. കാര്യം PSC അധികം ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ നടത്താറില്ല, അല്ലെ? അപ്പം നമുക്ക് അറിയേണ്ട കാര്യം, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. അപ്പൊ നമ്മള് ആൻസർ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതണം. നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്ന പോലെ വാരി വലിച്ച് എഴുതുകയല്ല ചെയ്യേണ്ടത്. ആൻസർ റൈറ്റിംഗ് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. എന്താണോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായും കൃത്യമായും നമ്മൾ ഉത്തരം എഴുതണം. അതിന് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രിലിംസിന്റെ സിലബസ് അതേപോലെ എടുത്ത് ഡെപ്തിൽ കണ്ടന്റ് കവർ ചെയ്യുക. അതിനുശേഷം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TechPSC മെയിൻസിന്റെ ഒരു പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഇൻഡെപ്ത് ആയിട്ട് സിലബസ് കവർ ചെയ്യും. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആൻസർ ഓരോന്നും എഴുതുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. കൃത്യമായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ആൻസർ എഴുതിക്കാൻ പഠിപ്പിക്കും.
കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ലൈവ് ക്ലാസ്സുകളായിട്ടും റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടും പരീക്ഷ വരെയും ക്ലാസ് കിട്ടും. അതേപോലെ തന്നെ ഇന്റർവ്യൂ ഗൈഡൻസും കൂടെ ഉണ്ടാകും. പരീക്ഷ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. ക്യാപ്സൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയലും ഡൗൺലോഡ് ചെയ്യാവുന്ന PDF ഫോർമാറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുള്ള അവസരം ഉണ്ടാകും. ടോപ്പിക് വൈസ് പരീക്ഷകളും അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും ഉണ്ടാകും. അതിന്റെയും ആൻസർ ഷീറ്റ് കറക്റ്റായിട്ട് വാലുവേറ്റ് ചെയ്ത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ നമ്മൾ പരീക്ഷ പാസ്സായ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. അപ്പൊ ഇത്രയും നമ്മുടെ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ട, മെയിൻ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് പരീക്ഷയ്ക്ക് മെയിൻസിന് തയ്യാറെടുക്കേണ്ടവര്, ഞാൻ പറഞ്ഞ മാർക്ക് റേഞ്ചിലുള്ളവര് എത്രയും പെട്ടെന്ന് മെയിൻസിന് തയ്യാറെടുക്കുക. ഏറ്റവും നല്ല കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കോച്ചിങ്ങിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കുക. അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏവർക്കും ടെക് PSC യുടെ വിജയാശംസകൾ. താങ്ക് യു.